യുവതിയെ പ്രതിയാക്കി എഫ്ഐആർ ഇട്ടിരിക്കുകയാണ് അന്വേഷണ സംഘം. അതിലെ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് ആ വാർത്ത. ദീപകിന്റെ ആത്മഹത്യയിൽ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്, എഫ്ഐആർ ഇട്ടിരിക്കുകയാണ്. എഫ്ഐആറിന്റെ വിവരങ്ങൾ ഓരോ അതിന്റെ മറ്റു വിശദാംശങ്ങൾ വരികയാണ് ഇപ്പോൾ. നേരത്തെ യുവതിക്കെതിരെ ദീപകിന്റെ ബന്ധുക്കൾ നൽകിയ മൊഴി, അതുപോലെ ലഭിച്ച ചില പരാതികളൊക്കെ കണക്കിലെടുത്താണ് ഇപ്പോഴത്തെ തുടർ നീക്കങ്ങൾ, പോലീസിന്റെ തുടർ നീക്കങ്ങൾ. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകി. ദീപക്, എഫ്ഐആറിന്റെ പൂർണ്ണരൂപം നോക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്നാണ് ദീപകിന്റെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? BNS വകുപ്പ് ചുമത്തിക്കൊണ്ട് യുവതിക്കെതിരെ എഫ്ഐആർ ഇട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. 24 ആണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. അതായത് ഈ ദീപകിന്റെ, അതായത് ആത്മഹത്യ ചെയ്ത ഈ സൈബർ ആക്രമണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ദീപകിന്റെ അച്ഛൻ സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണന് നൽകിയ പരാതി. ആ പരാതിയിലാണ് മെഡിക്കൽ കോളേജ് AC-യോട് പ്രാഥമികമായ അന്വേഷണം നൽകാൻ അപ്പോൾ തന്നെ കമ്മീഷണർ നിർദ്ദേശം നൽകിയിരുന്നു. അതിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പുതിയ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ഈ യുവതി ചോറോട് സ്വദേശിനിയായ വടകര സ്വദേശിനിയായ യുവതിയെ പ്രതിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ആ എഫ്ഐആറിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അതായത് പ്രാഥമികമായുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് നിലപാട് മാറ്റിയിരുന്നു കേസെടുക്കാൻ. ഇപ്പോൾ എഫ്ഐആർ പുറത്തു വന്നിരിക്കുന്നു. എഫ്ഐആറിന്റെ പകർപ്പ് 24 ലഭിച്ചു. എഫ്ഐആറിന്റെ പകർപ്പ് പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് യുവതിക്കെതിരെ, അതായത് ബസ്സിൽ പീഡനം നടന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട്, ലൈംഗിക അതിക്രമം നടന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് വീഡിയോ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചിരുന്നു. അതേ തുടർന്നായിരുന്നു ആത്മഹത്യ എന്ന് നാട്ടിൽ ആക്ഷേപം ഉയർന്നു. അങ്ങനെ ആ രീതിയിൽ നിരവധി പരാതികൾ വന്നു. അതിൽ ദീപകിന്റെ അച്ഛൻ പരാതി നൽകിയിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ. ആ പരാതിയിലാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. വിജയകുമാർ, ഇതിൽ ഇതിൽ ഇപ്പോൾ ആ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അതുപോലെ സമാനമായ ചില പരാതികൾ രേഖാമൂലം തന്നെ DGPക്ക് കിട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച കാര്യങ്ങളിൽ അടിസ്ഥാനമില്ല, അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ഒരാളുടെ മരണത്തിലേക്ക് നയിക്കാൻ കാരണമാവുകയും ചെയ്തു എന്നൊരു വളരെ പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ, അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഇതിൽ പ്രാഥമികമായി പോലീസിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിവരശേഖരണം ഇന്നലെ മുതൽ നടത്തുന്നുണ്ടായിരുന്നു. മാത്രമല്ല നിരവധി പരാതികൾ പോലീസിന് വന്നു. ഇന്നാണ് കുടുംബം പരാതി നൽകിയത്. ആ പരാതിയിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ അടിയന്തരമായ നടപടിക്ക് ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. അതായത് യൂട്യൂബറായ യുവതി, വടകര ചോറോട് സ്വദേശിനിയായ യുവതിയെ പ്രതിയാക്കിക്കൊണ്ട്, എഫ്ഐആറിൽ തന്നെ അവരുടെ പേരുണ്ട്, എഫ്ഐആറിന്റെ പകർപ്പാണ് ഇപ്പോൾ 24 ലഭിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായി യുവതിയെ പ്രതിയാക്കിക്കൊണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്നു. അതായത് ആദ്യം അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസ്. ആ കേസിൽ അന്വേഷണം നടത്താനായിരുന്നു പോലീസ് തീരുമാനിച്ചത്. പക്ഷേ എന്നാൽ പോലീസിന് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വന്നു. നിരവധി പരാതികൾ വന്നു. ഏറ്റവും ഒടുവിൽ കുടുംബത്തിന്റെ പരാതി